പാലക്കാട് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നിട്ടുള്ള വീട് മാഷിന്റെ വീട്ടിലാണ് കേട്ടോ. മാഷും ഹാപ്പിയാണ്. മാഷ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ മാഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയാണ് കൊലച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൊലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയാലോ? അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഹായ്, അമലസ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്കടെ ഈ രാവിലെ തന്നെ കത്തിയായിട്ടൊന്നല്ലേ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ ചോറ് പൊതിഞ്ഞ് ഇലയിൽ കൊണ്ടുപോകും. അപ്പോൾ അതിന് ഇല കട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താണെന്നല്ലേ, നമ്മുടെ ഒരു വാഴക്കൊല അവിടെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, മൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മൂക്കട്ടെ പറഞ്ഞ് നിർത്തിയതാ. അതിലൊരു പഴം പഴുത്തിരിക്കുന്നു, ഒരു കായ. അപ്പോൾ അത് അണ്ണാനോ എന്തോ കൊത്തിയിട്ടുണ്ട്. അണ്ണാൻ ഇനി ആയിരിക്കും, എപ്പോഴും അതിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്തായാലും ഇനി അവിടെ നിർത്തണ്ട, മൂത്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ കായ പഴുത്തത്. അപ്പോൾ എന്നാൽ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വെട്ടോത്തി എടുത്തിട്ട് ഇറങ്ങിയതാണ്. ദേ വാഴക്കൊല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മാഷിൻ്റെ വാഴയാണ് കേട്ടോ. മാഷിൻ്റെ വാഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് നമ്മൾ ഇരുന്നില്ലേ, മാഷിൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. ഒരേ ഒരു കന്നേ കൊണ്ടുവന്നുള്ളൂ, അതാണ് ഇത് മുഴുവനും. അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാഷിൻ്റെ വാഴ ദേ കൊലയ്ക്കാറായിട്ടുണ്ട്, നിറയെ കുട്ടികളുണ്ടായിട്ടുണ്ട് എന്ന്. അത് ദേ വാഴ കൊലച്ചു. നമ്മൾ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ വന്നിട്ട്. കറക്റ്റ് അപ്പോഴത്തേനും ഒരു വാഴക്കൊലയും റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, മാഷിൻ്റെ കൊല ചെറുതല്ലാട്ടാ, വലിയ കൊല തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വാഴ പോയില്ല കേട്ടാ, ആദ്യത്തെ കൊലയാണ്. അപ്പം നല്ല വലിയ കൊല തന്നെ, ഞാലിപ്പോവനാണ്. അവിടെയും നമ്മൾ ഒരുപാട് പഴക്കൊല വെട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പിടിച്ചു കിട്ടി. അപ്പോൾ ദേ നിങ്ങൾക്കും കൂടെ ആ സന്തോഷ വാർത്ത കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കാണിച്ചത്. കണ്ടോ, നല്ല വലിയ കൊലയല്ലേ, പഴവും നല്ല വലിയ പഴം തന്നെയാണ് കേട്ടോ. ഞാലിപ്പൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല മധുരമാണ്. അപ്പോൾ ഉപ്പേരിക്കാണെങ്കിലും പഴമാണെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ പൂവനാണ്. അപ്പോൾ ദേ അതിൻ്റെ വെള്ളം ആ കറ പോകാൻ വേണ്ടി പുറത്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് കൊണ്ടുവച്ച് തന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കായിരുന്നു, അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ അത് വെട്ടി കൊണ്ടുവച്ചത് എനിക്ക് വെട്ടാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസവും പഴുത്ത് കിളി കുത്തി നിറയെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ പഴം എടുത്തിട്ട് നമ്മുടെ അണ്ണാങ്കുട്ടന്മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്ലാബിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പോവാണേ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് സാധനം കണ്ടില്ല കേട്ടോ, അവരെടുത്തിട്ട് പോയി. അത് അങ്ങനെ പാടെ എടുത്തിട്ട് പോയി. മാഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയും മുരിങ്ങയും പിടിച്ച് കിട്ടി കേട്ടോ. പുതിയ മണ്ണല്ലേ, പിടിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ രണ്ടും പിടിച്ച് കിട്ടി. ഒത്തിരി സന്തോഷം. പാലക്കാട് ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ള വീട് മാഷിന്റെ വീടാണ് കേട്ടോ. മാഷ് ഹാപ്പി ആയിരുന്നു. മാഷ് വിളിക്കാറുണ്ട് ഇടയ്ക്ക് കേട്ടോ വിശേഷങ്ങൾ വെച്ചിട്ട്. ചോറ് പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി ഞാൻ ഏട്ടനെ പറഞ്ഞു വിട്ട് വന്ന് നോക്കുമ്പോഴത്തേനും പഴം കാണാനില്ല കേട്ടോ. അതേ ഇവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പാലക്കാട് മാഷിന്റെ വാഴ കൊലച്ചു കൊല വെട്ടി. ആദ്യത്തെ കൊലയാണ് ഇവിടുത്തെ റോബസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. പിന്നെ പാലക്കാടാണല്ലോ, അപ്പോൾ ഒത്തിരി വാഴക്കൊലകൾ കഴിച്ചിട്ട് മാഷ് കൊണ്ടുപോകത്തേ ഇല്ല, ഞങ്ങളോട് കഴിച്ചോളാൻ പറയും. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.